ഓം ശ്രീ മഹാദേവിയേ നമഃ. ഇന്നിവിടെ പറയുന്നത് കാളി സഹസ്രനാമ സ്തോത്രത്തിലെ 4-ാമത്തെ വരികളായ ഉഗ്രപ്രഭാവതി ചോഗ്ര വേഗാത്യുഗ്ര പ്രമർദ്ദനി ഉന്മത്ത ഭൈരവാരാധ്യ മഹോന്മത്ത പ്രമർദ്ദനി. ഇതിൽ കാളി സഹസ്രനാമത്തിലെ ഈ വരികൾ ദേവിയുടെ അതിശക്തവും ഭയങ്കരവുമായ ഭാവങ്ങളെയും പിന്നെന്താണ് ഭക്തരെ സംരക്ഷിക്കാനുള്ള കാരുണ്യത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ വരി എന്താണ്? ഉഗ്രപ്രഭാവതി ചോഗ്ര വേഗാത്യുഗ്ര പ്രമർദ്ദനി. ഉഗ്രപ്രഭാവതി എന്ന് പറഞ്ഞാൽ അതിശക്തവും ഭയമുണർത്തുന്നതുമായ പ്രഭയോടുകൂടിയവളും പ്രതാപത്തോടു കൂടിയവളുമായ അല്ലെങ്കിൽ മനോഹരമായ തേജസ്സുറ്റവളായ അതിശക്തമായ വേഗത്തിൽ ഉഗ്രപ്രഭാവതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയ പ്രഭയോട് കൂടിയവളുമായ ആണ് അമ്മയുടെ വർണ്ണിക്കുന്നത്. അടുത്തെന്താണ്? ചോഗ്രവേഗ. ച എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. അപ്പോൾ അത് എങ്ങനെ പിരിച്ചെഴുതും? ചായും ഉഗ്രവേഗ എന്ന് പറയുമ്പോഴാണ് അത് ചോഗ്രവേഗ ആവുന്നത്. ഇപ്പം ചോഗ്രവേഗ എന്ന് പറയാൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിവേഗത്തിൽ ചലിക്കുന്നവൾ അല്ലെങ്കിൽ അതിശക്തമായ വേഗതയോട് കൂടിയവൾ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി അമ്മ അതിവേഗം എത്തുന്നവളാണ് ദേവി. അടുത്ത മൂന്നാമത്തേതായിട്ട് പറയുന്നത് അത്യുഗ്ര പ്രമർദ്ദനി. അത്യുഗ്ര പ്രമർദ്ദനി എന്ന് പറഞ്ഞാൽ അത്യന്തം ഭയങ്കരമായ ശത്രുക്കളെയും അസുരന്മാരെയും പൂർണ്ണമായി മർദ്ദിക്കുന്നവൾ അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കുന്നവൾ, ദുഷ്ടരെ നശിപ്പിക്കുന്നവൾ, ഇങ്ങനെയും അർത്ഥമാക്കാം. അപ്പോൾ രണ്ടാമത്തെ വരിയായ ഉന്മത്ത ഭൈരവാരാധ്യ മഹോന്മത്ത പ്രമർദ്ദനി. അപ്പോൾ ഉന്മത്ത ഭൈരവാരാധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമശിവന്റെ ഭയങ്കരമായ ഭാവമായ അല്ലെങ്കിൽ ഉന്മത്ത ഭൈരവനാൽ പോലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അടുത്ത മഹോന്മത്ത പ്രമർദ്ദനെ. അഹങ്കാരം കൊണ്ടും മതം കൊണ്ടും ഉന്മത്തരായ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്ന വലിയ ദുഷ്ടന്മാരെയും രാക്ഷസന്മാരെയും അടിച്ചു അമർത്തുന്നവളുമാണ് ദേവി അല്ലെങ്കിൽ അമ്മ. ചുരുക്കത്തിൽ 2 വരികളുടെയും അർത്ഥം എന്താണ് പറയുന്നത്? അതിശക്തമായ തേജസ്സോട് കൂടിയവളും ദുഷ്ടന്മാരെ വധിക്കാൻ അതിവേഗത്തിൽ എഴുന്നള്ളുന്നവളുമാണ്, ഭയങ്കരന്മാരായ ശത്രുക്കളെ ഓടിക്കുന്നവളുമാണ് നമ്മുടെ ദേവി. ഉന്മത്ത ഭൈരവനായ പരമശിവനാൽ പൂജിക്കപ്പെടുന്നവളും അഹങ്കാരം മൂത്ത് ഭ്രാന്തമായ അവസ്ഥയിലുള്ള വലിയ അസുരന്മാരെ പോലും നിഷ്പ്രഭമാക്കുന്നവളാണ് ഭദ്രകാളി ദേവി അല്ലെങ്കിൽ കാളി ദേവി. അപ്പോൾ ചുരുക്കത്തിലുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വരികൾ ഈ കാളി സഹസ്രനാമ സ്തോത്രത്തിലെ 4-ാമത്തെ വരികളായ ഈ 2 വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും അതിൻ്റെ വരികൾ നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമ്മയുടെ ഏതെങ്കിലും ഒരു നാമം മനസ്സിരുത്തി നമ്മൾ ജപിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ എഴുതുകയാണെങ്കിൽ, അമ്മയെ മനസ്സിൽ കൊണ്ട് ഓരോ അക്ഷരമായിട്ട് എഴുതുകയാണെങ്കിൽ അത് കൂടുതലാണ് ഫലം ചെയ്യുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലും എത്തുന്നതാണ്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അമ്മേ ശരണം.